29,21,00,000 മുസ്ലിം ലീഗിന്റെ വയനാട് ഫണ്ടെത്തി. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ 30 കോടി എന്നുള്ള ടാർഗറ്റിലേക്ക് എത്തും. അത് സമയം ഏകദേശം കുറച്ച് ദിവസങ്ങൾ ഇനി ഉള്ളൂ അല്ലെ. ഇനിയിപ്പോ 31-ാം തീയതി വരെയാണ് സമയം. 30 കോടി എന്ന ടാർഗറ്റ് 30 കോടി എന്ന് പറയുന്ന ടാർഗറ്റ് ഈസി ആയിട്ട് എത്തും. അത് ഏകദേശം ഇന്നത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ നാളത്തോട് കൂടിയിട്ട് 30 എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എത്തും. അപ്പൊ കറക്റ്റ് 29,21,33,905 എന്ന് പറയുന്ന രീതിയിലേക്കാണ് എമൗണ്ട് വന്നിട്ടുള്ളത്. ടുഡേ സ്റ്റോപ്പേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് അബ്ദുള്ള പി എന്ന് പറയുന്ന KMCC ഖത്തറിന്റെ അബ്ദുള്ള പി 1,13,000 രൂപ. റുസൈൽ ഏരിയ KMCC മസ്കറ്റ് കമ്മിറ്റി 1,00,000 രൂപ. AP ഫൈസൽ വേങ്ങര 50,000 രൂപ എന്നിങ്ങനെയാണ് ടുഡേ സീറ്റ് ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ വളരെ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, മുസ്ലിം ലീഗിന്റെ ഇത്തരത്തിലുള്ള പരിപാടികൾ. ഇന്നലെ ഒരു കമന്റ് ഉണ്ട്, ഞാൻ നമ്മുടെ യൂട്യൂബിന്റെ അടിയിൽ ശ്രദ്ധിച്ചിരുന്നോ? എന്താണത്? കുറെ കമന്റുകൾ വരുന്നു. കത്തുവ ഫണ്ട് എവിടെ? കത്തുവ ഫണ്ട് ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് അടക്കം പറഞ്ഞു. എന്തിനാണ് മുസ്ലിം ലീഗിനെതിരെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചില ആളുകൾ എന്തിനാണ് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നത്? അല്ല, അതെന്താന്ന് വെച്ചാല് മുസ്ലിം ലീഗ് ചെയ്യുന്ന ഒരു പ്രവർത്തനം മറ്റുള്ള പാർട്ടിക്ക് നമ്മൾ അതിലേക്ക് പോണതിന് മുമ്പ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ബൈത്തുറഹ്മയെ കുറിച്ചൊരു വീഡിയോ ഇട്ടല്ലോ. 15,000 ബൈത്തുറഹ്മകളാണ് ഇവിടെ മുസ്ലിം ലീഗ് ചെയ്തിട്ടുള്ളത്. 15,000. അത് ഒരു ഞാൻ പറഞ്ഞത് ഒരു സംഘടനത്തിന് മുകളിലേക്ക് ഒരു സംഘടനക്കും. അതില് ഒരു കമന്റ് വന്നത് വളരെ പ്രത്യേക കമന്റാണ്. അതായത് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഹമീദ് മാഷ്, അദ്ദേഹത്തിന്റെ കൂടി അദ്ദേഹത്തിന്റെ ഇനീഷ്യേഷൻ കൂടി ഉണ്ട് ഇതിൽ എന്നുള്ള രീതിയിലാണ് വന്നത്. തീർച്ചയായിട്ടും ഹമീദ് മാഷ് എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ ഒരു ഇനീഷ്യേഷൻ ആണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ അതുകൂടിയും ഞാൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന ഒരു വലിയ യുഗപുരുഷനെ, ചരിത്ര പുരുഷനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ഏറ്റവും വലിയ ആദരവ് കൂടിയാണ് ഈ ബൈത്തുറഹ്മ. തീർച്ചയായിട്ടും നമ്മള് ചിലത് പറയില്ലേ, ചിലരെ ഓർമ്മകൾ എപ്പോഴും ബാക്കിയായിരിക്കും. അങ്ങനെ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സിഗ്നേച്ചർ സ്റ്റെപ്പാണ് ബൈത്തുറഹ്മ. എത്ര 10,000 എന്ന് പറയുന്നത്, ആ 10,000 അന്തി ഉറങ്ങുമ്പോ ഒരു നിമിഷം അവർക്ക് ആ ഒരു അന്തി ഉറങ്ങാനുള്ള അതില് മുസ്ലിം ലീഗ് വളരെ വലിയൊരു മാതൃകയും കാണിച്ചു. കാരണം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് മാത്രമല്ല. അതെ അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു CITUവിന്റെ നേതാവിനെ കുറിച്ച് പറഞ്ഞപ്പോ വെച്ചാല് ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ EMS ഭവന പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പദ്ധതികൾ നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. പഞ്ചായത്തിന്റെ തലങ്ങളിൽ ലൈഫ് മിഷൻ പദ്ധതികളൊക്കെ വരുന്നുണ്ട്. ഈ പദ്ധതികളൊക്കെ 4 ലക്ഷം രൂപയാണ് സഹായം, അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 5-6 ലക്ഷം രൂപയാണ് സഹായമായിട്ട് കിട്ടുന്നത്. ഇതും നമുക്ക് എന്താണ്, ഒരു തറ പണിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് വേണം പണിയാൻ. അപ്പൊ ഇവിടെ നിന്നൊക്കെ മാറിക്കൊണ്ടാണ് പാർട്ടി പറയുന്നത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇതിന്റെ എല്ലാ തുകയും അതില് ഒരു രൂപ പോലും ചെലവ് വരുന്നില്ലല്ലോ. ഇവർക്ക് 1 രൂപ പോലും ചെലവ് വരുന്നില്ല. അപ്പൊ എല്ലാ തുകയുമാണ് മുസ്ലിം ലീഗ് കൊടുക്കുന്നത്. അത് വലിയൊരു സഹായമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളിൽ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സാദിഖ് അലി തങ്ങളുടെ പ്രവർത്തന ശൈലി, പുതിയ കാലത്തിന്റെ ശൈലി. ഇപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് നമ്മള് ഇതിലെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, ഇത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ശൈലി. ഞാൻ ബാഫക്കി തങ്ങള് കുറിച്ചിങ്ങനെ വായിച്ചപ്പോ ഏകദേശം ആ ശൈലിയുടെ ഒരു രീതി തന്നെയാണ് പാണക്കാട് എല്ലാ തങ്ങന്മാരും സ്വീകരിച്ചത്. എനിക്ക് തോന്നുന്നത് സാദിഖ് അലി തങ്ങൾ കുറച്ചുകൂടിയും ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വെച്ചാല് സമസ്തയുടെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ വിഭാഗക്കാരും വേണം, നമുക്കിടയിലുള്ള എല്ലാ വിഭാഗക്കാരും വേണം. നമുക്ക് ഒരുമിച്ചിരിക്കാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ആശയപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ ഒരുമിച്ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. അത് തങ്ങൾ പറഞ്ഞൊരു എല്ലാവരും ഒരുമിക്കണമെന്നില്ല, ഒരേ ധാരയിലേക്ക് എത്തണം. പക്ഷെ എല്ലാവരും ഒരുമിച്ചിരിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആശയപരമായിട്ട് എല്ലാവരും ഒന്നാവണമെന്നില്ല. അത് ഭയങ്കര പോയിന്റ്. ഇത് പറയാൻ കേരള രാഷ്ട്രീയത്തില് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനല്ലാതെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പാണക്കാട് തങ്ങൾക്കല്ലാതെ
ആർക്ക് കഴിയും? കേരള രാഷ്ട്രീയത്തിന് മൊത്തത്തിൽ എടുക്കുന്നതിന് പകരം ഒന്നും കൂടി നമ്മൾ സൂക്ഷ്മമായിട്ട് സമുദായ രാഷ്ട്രീയത്തിൽ, മുസ്ലിം സമുദായ രാഷ്ട്രീയത്തിൽ എല്ലാവരും സമുദായ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒരു നാവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിമുകളെ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതികരണം എന്താണ് എന്ന് നോക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ചില സമയത്ത് മുസ്ലിം ലീഗ് എന്താണ് പറയുന്നത് എന്ന് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. മുസ്ലിം ലീഗിനെ എങ്ങനെ കൊട്ടാമെന്ന് ആലോചിച്ച് നടക്കുന്ന മാധ്യമങ്ങളുണ്ട്. ഇവർക്കിടയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സൈബർ പ്രവർത്തകർ, പ്രത്യേകിച്ച് ലീഗിന്റെ സൈബർ പ്രവർത്തകർ ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന ആളുകളാണ്. അവർക്ക് ഭയങ്കരമായിട്ട് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ലീഗ് എന്നതൊരു വികാരമാണ്. ലീഗ് എന്ന് പറയുന്നത് അത് വേറെ ഏത് രാഷ്ട്രീയ സംഘടന ആയിക്കോട്ടെ, ലീഗ് എന്ന് പറയുന്ന ഇത്രയും വൈകാരികമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾ. അത് മാത്രമല്ല നസീഫ, മലപ്പുറം പോലുള്ള മലബാറിന്റെ വടക്കൻ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഒരു വികാരമാണ്. പക്ഷെ ലീഗിന്റെ ചരിത്രമൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ലീഗ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ പാർട്ടിയെ കുറിച്ച് അനാവശ്യമായോ ആവശ്യമായോ വിമർശിക്കുമ്പോൾ അവർക്കത് കേട്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ എന്താണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത്. ഇതുപോലെ CPM-ന്റെ ആൾക്കാരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരു യൂണിഫോമിറ്റി നിലനിർത്തുന്നതിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് സാധിക്കാതെ പോകുന്നത്? കാരണം എന്താ വെച്ചാല് ക്യാപ്സ്യൂള് കൊടുക്കാത്തതെന്നല്ല, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ആ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്ത് പോയിക്കൊണ്ട് അത് വലിയ വിവാദങ്ങളിലേക്ക് ലീഗ് എത്തിപ്പെടാറുണ്ട് ചില സമയങ്ങളിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പല കാര്യങ്ങളിലും അത് ഞാൻ എടുത്തു പറയുന്നില്ല, ആരൊക്കെയാണെന്നുള്ള എടുത്ത് പറയുന്നില്ല. നമ്മൾ വിശദമായി സംസാരിക്കുമ്പോൾ അതിനെ കുറിച്ചിട്ടൊരു വിശദമായിട്ടുള്ള സംസാരമുണ്ട്. കാരണം ലീഗിന്റെ ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങളിൽ ഒരു യൂണിഫോമിറ്റി വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ലൈവ് പോലെയുള്ള പരിപാടികളും പദ്ധതികളുമായി. ഇന്ത്യ ലൈവ് യൂത്ത് ലീഗിന്റെ ചാനലാണോ? യൂത്ത് ലീഗിന്റെ, മുസ്ലിം ലീഗിന്റെ ചാനലാണ്. മുസ്ലിം ലീഗിന്റെ ഔദ്യോഗികമായിട്ടുള്ള ചാനലാണ്. അപ്പോ ഇന്ത്യ ലൈവ് പോലെയുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് അതിനാണ്. പക്ഷെ ആ ഒരു യൂണിഫോമിറ്റി നിലനിർത്താൻ ലീഗിന് കഴിയാതെ പോകുന്നുണ്ടോ എന്നാണ്. ഇന്ത്യ ലൈവ് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അത്ര ഒരു മുഖ്യ. ഇന്ത്യ ലൈവ് അങ്ങനെ ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള, അപ്പോൾ നമുക്ക് ഡെയിലി അപ്ഡേഷൻസ് വേണം. ഡെയിലി എന്നുള്ള രീതിയിലേക്കുള്ള അപ്ഡേഷൻസ് വേണം. അതിനെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് ഇത്തരം ഒരു കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. കാരണം ടെക്നിക്കലി മുസ്ലിം ലീഗിന് എല്ലാ രീതിയിലും മുസ്ലിം ലീഗ് ഇപ്പോൾ അതിന്റെ ഹയസ്റ്റ് പീക്കിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ടെക്നിക്കലി കേട്ടോ. കാരണം സാദിഖ് അലി തങ്ങൾ വരുന്ന എല്ലാ പരിപാടികളിലും. അതിനിടയിൽ നസീഫിനെ ഇന്ത്യ ലൈവിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെ ഒരു ന്യൂസ് കേട്ടല്ലോ. അപ്പോ ഇങ്ങനെ ഒരു സംഭവം കൂടി. അപ്പൊ നമ്മൾ പറയുന്നത് ഇന്ത്യ ലൈവിനെ നമ്മൾ ആ രീതിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത കൂടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു ഒഫീഷ്യൽ നാവായിക്കൊണ്ട് അത് വരണം. എന്ന് വെച്ചാൽ അതായിരിക്കണം പറയേണ്ടത്. ഇതിലാണ് നമ്മളെ കാര്യങ്ങൾ വരേണ്ടത്, ഇങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ഈ രീതിയിലാണ് സംസാരിക്കേണ്ടത്. അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ആർക്കും പാടാമെന്ന് പറയുന്ന ഒരു പാട്ടില്ല, എന്റെ കോതക്ക് അതൊക്കെ ചൊല്ലാണ്. അതൊക്കെ ചൊല്ലാം. അതിലൊരു രാഷ്ട്രീയം യോജിപ്പില്ല. ഞാൻ കോതക്ക് എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു വന്നെന്താ അറിയാം, നമ്മളിപ്പോ ഇപ്പോ വയനാട് ഫണ്ടിന്റെ 29 രാജ്മോഹൻ ഉണ്ണിത്താൻ MP, അത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ശക്തി കൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന മനുഷ്യൻ കാസർഗോഡ് ജയിച്ചു പോകുന്നത് കോൺഗ്രസിന്റെ ശക്തിയാണെന്ന്. അല്ല ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിനെ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ശക്തിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിന് മാത്രമേ സാധിക്കുള്ളൂ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയുള്ള വ്യക്തിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആള് എവിടെയും കൊണ്ടുപോയിട്ട് തോറ്റു തൊപ്പിയിട്ടിരുന്ന ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് കാസർഗോഡ് നിർത്തി കാസർഗോഡ് ഉണ്ണിച്ചയാക്കി മാറ്റി ഉണ്ണിച്ചയെ ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് പോകുന്നത്. ഉണ്ണിച്ച രണ്ടാമത് മത്സരത്തിന് ഇറങ്ങുമ്പോ എല്ലാ സർവേകളും പറഞ്ഞു പൊട്ടുന്ന്. എല്ലാ സർവേകളും പറയും ഉണ്ണിച്ച പൊട്ടും, ഉണ്ണിച്ചയുടെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആ ഉണ്ണിച്ചയുടെ കഥ കഴിഞ്ഞ സ്ഥലത്താണ് ലീഗുകാരാണ് എന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോ അതൊക്കെ പോട്ടെ, അഡ്വക്കേറ്റ് T സിദ്ദീഖ് എന്താ പറഞ്ഞത്? ലീഗുകാരെ കൊണ്ടല്ലേ ജയിച്ചു പോയത് എന്നല്ലേ പറഞ്ഞത്. അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോ അപ്പോ തിരിച്ചും ഇതേ സംഭവം ലീഗിന്
ഇതിനപ്പുറത്തേക്ക് പോകുമ്പോൾ തൃശ്ശൂര് തൊട്ടിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അത് വേറെ വിഷയമാണ്, നമുക്ക് സംസാരിക്കേണ്ടത്. അത് കൃത്യമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ അതിന്റെ ഒരു ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നമ്മുടെ കുറെ പ്രേക്ഷകര് മുസ്ലിം ലീഗിന്റെ ചില ചരിത്രങ്ങളൊക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അവർക്കറിയാം എങ്കിൽ പോലും ഒരു മീഡിയ എന്ന രീതിയിൽ നമ്മൾ ആ രീതിയിലേക്കൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിലേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. ഏതായാലും വയനാട് ഫണ്ട് 30 കോടി എന്ന ടാർഗറ്റ് എത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ 30 കോടി എന്നുള്ളൊരു ന്യൂസ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നു. പക്ഷെ 50 കോടി, നസീഫാണ് 50 കോടി എന്ന് പറഞ്ഞത്. അല്ല, 50 കോടി എന്ന് പറയുന്നത് അതൊരു പ്രതീക്ഷയാണ് സാറേ. എന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, വയനാട്ടിലെ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭവമാണ്. 100-ൽ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ 100 എന്ന് പറയുന്നത് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ കൊണ്ട് പറഞ്ഞതാണ് 100 വീടുകൾ എന്നുള്ളത്. 50 കോടി എന്ന് പറയുമ്പോൾ 100 വീടിനേക്കാളും അപ്പുറത്തേക്ക് ലീഗിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ അതും കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അതെ. അപ്പോൾ 50 എന്ന് പറയുന്നത് ഒരു പരിമിതിയാണ്. അതെ. ഓക്കെ.